കോഴിക്കോട് വെങ്ങളം രാമനാട്ടുകര ദേശീയപാതയിൽ ടോൾ പിരിവ് ഉടൻ ആരംഭിക്കും. 70% മുകളിൽ നിർമ്മാണം പൂർത്തിയായതോടെയാണ് ടോൾ പിരിവിനുള്ള നടപടികൾ ആരംഭിച്ചത്. ഡൽഹി ആസ്ഥാനമായ റൻജൂർ എന്ന കമ്പനിക്കാണ് ടോൾ പിരിക്കാനുള്ള കരാർ. കോഴിക്കോട് പന്തിരങ്കാവിന് സമീപം മാമ്പുഴയിലാണ് ടോൾ പ്ലാസ. കോഴിക്കോട് വെങ്ങളം മുതൽ രാമനാട്ടുകര വരെ 28.4 കിലോമീറ്റർ ദൂരം നിർമ്മാണം പൂർത്തിയായതോടെയാണ് ടോൾ പിരിവ് ആരംഭിക്കുന്നത്. പന്തീരങ്കാവിന് സമീപം മാമ്പുഴയിൽ ടോൾ പ്ലാസയുടെ നിർമ്മാണം പൂർത്തിയായി. അടുത്ത ആഴ്ച ട്രയൽ റൺ നടത്തിയതിനു ശേഷമായിരിക്കും ടോൾ പിരിവ് തുടങ്ങുക. ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിച്ചു. ഫാസ്ടാഗ് ഇതിനകം പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. പ്രതിദിനം 20,000-ലധികം വാഹനങ്ങൾ ടോൾ പ്ലാസയിലൂടെ കടന്നുപോകുമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ കണക്കുകൂട്ടൽ. ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവർക്ക് പ്രതിമാസം 300 രൂപയുടെ പാസ് നൽകും. ഇതിനായി താമസരേഖകൾ സമർപ്പിക്കണം. പാസ് ഉപയോഗിച്ച് എത്ര തവണ വേണമെങ്കിലും പാതയിലൂടെ യാത്ര ചെയ്യാം. 5 വീതം ലൈനുകളാണ് ടോൾ പ്ലാസയിലുള്ളത്. അതോടൊപ്പം യാത്രക്കാർക്ക് വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 28 ശുചിമുറികൾ ഉൾപ്പെടെ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിട്ടുള്ള മെഡിക്കൽ ടീമും ഇവിടെ ഉണ്ടാകും. നിർമ്മാണം പൂർത്തിയാകുന്ന പന്തിരാങ്കാവ് ടോൾ പ്ലാസയിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. യാത്രക്കാർക്ക് യാത്രക്കിടയിൽ ഒന്ന് ഫ്രഷ് ആവാനും ഒന്ന് വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി അടുത്ത നടപടി ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് നിരക്ക് നിശ്ചയിക്കുക എന്നുള്ളതാണ്. അത് ഉടനെ ഉണ്ടാകുമെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ബൈപ്പാസിന്റെ മുഴുവൻ സമയ നിരീക്ഷണത്തിനുള്ള സംവിധാനങ്ങളും തയ്യാറായി കഴിഞ്ഞു. CCTV ക്യാമറകൾക്ക് പുറമെ PTZ ക്യാമറകളും ബൈപ്പാസിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഇന്റലിജന്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് ആണ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം നടത്തിപ്പുകാർ. ഡ്രൈവർമാർക്ക് തത്സമയ ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകാൻ വേരിയബിൾ മെസ്സേജ് സൈൻ പാതയുടെ ഇരുവശങ്ങളിലും ഉണ്ടാകും. ബൈപ്പാസിന്റെ സുരക്ഷയും നിർമ്മാണവും അടക്കമുള്ളവയുടെ പരിശോധന ദേശീയപാത അതോറിറ്റി നിയോഗിച്ച സ്വതന്ത്ര എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ബോർഡ് ലൈറ്റ് ക്യാമറ എന്നിവയടക്കം പാതയിലെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. അതീന്ദർ ജിത്തുവിനോടൊപ്പം അനിൽ കാസൈദ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.